ഇന്ന് നമ്മൾ ബീഫ് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, രണ്ടാം പാലും ഒന്നാം പാലും, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരു ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച ശേഷം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിതിലത് ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ചെറിയ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം ഞാനിവിടെ നേന്ത്രക്കായ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താൽ മതി. അപ്പോൾ നേന്ത്രക്കായ ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയുടെ അതിലുള്ള കുറച്ച് വെള്ളമോടെ ചേർത്ത് നേന്ത്രക്കായ നന്നായി വേവിക്കുക. നേന്ത്രക്കായ വേകാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. നേന്ത്രക്കായ ഒരു പകുതി വെന്ത ശേഷം അതിലേക്ക് ഇറച്ചിയിട്ട് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ച് നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഇളക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു തള വന്ന ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും എടുക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു കറിയാണ്.